അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഓരോ ദിവസങ്ങളിലും നാം പ്രയാസം പറയുന്നുവെങ്കിലും പ്രയാസങ്ങളൊന്നുമില്ലാതെ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയാത്ത നിഅമത്തുകൾ തിന്നും കുടിച്ചും ധരിച്ചും അനുഭവിച്ചും നമ്മളിലൂടെ ദിവസങ്ങൾ പോവുകയാണ്. ഓരോ പ്രയാസങ്ങൾ നിറഞ്ഞ വാർത്തകൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് എന്ന് ചിന്തിച്ചു പോകും അറിയാതെ. സഹോദരങ്ങളെ, സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരാൾ പിന്നെ അവിടുന്ന് ഇറങ്ങുന്നത് ആംബുലൻസിലൂടെയാണ്. രാവിലെ വീട് വിട്ടിറങ്ങിയ സഹോദരൻ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസുകൾ അഴിക്കുന്നത് അവൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ്. ചെറുപ്പക്കാരും രോഗങ്ങളൊന്നുമില്ലാത്തവരും അള്ളാഹുവിലേക്ക് യാത്രയായിക്കൊണ്ടേയിരിക്കുന്ന സമയം. ആദ്യമൊക്കെ കേൾക്കുന്ന രോഗങ്ങൾ ചെറുതായിരുന്നു. ഇന്ന് നമ്മളൊക്കെ എത്രയോ കണ്ട് നമുക്ക് മടുത്തു കഴിഞ്ഞതാണ്. സോഷ്യൽ മീഡിയ അതിൻ്റെ ആളുകൾ വരുമ്പോൾ ക്യാമറകൾക്ക് മുമ്പിൽ ഭാര്യയും ഭർത്താവും ഉമ്മയും മക്കളുമൊക്കെ ഒന്നിച്ച് കരയാണ്. ഇഷ്ടപ്പെട്ടിട്ടല്ല കരയുന്നതൊന്നും, പക്ഷെ ചികിത്സ അത് ചെയ്ത് കിടപ്പാടം പോലും വിറ്റ് ഒന്നും കഴിയാതെ മരുന്നിന് പോലും കാശില്ലാത്ത ഒരവസ്ഥയിലേക്ക് പല ആളുകളും എത്തിച്ചേരുന്നു. നമ്മളിന്ന് ഒരു പ്രയാസങ്ങളൊന്നുമില്ലാതെ, നമ്മളൊക്കെ പറയാനുണ്ടാകും, പക്ഷേ ഈ ഓഡിറ്റോറിയത്തിൽ സുരക്ഷിതമായി ഒന്നുമില്ലാതെ നമ്മളിരിക്കുകയാണ്. നമ്മളും ഒരുപാട് സങ്കടങ്ങൾ പറയുമ്പോൾ ശരിക്കും സങ്കടങ്ങളുള്ളവർ എന്തായിരിക്കും പറയേണ്ടത്? പക്ഷെ എന്തോ അറിയില്ല, 10 മിനിറ്റൊന്ന് സ്വകാര്യമായി സംസാരിക്കുമ്പോൾ പോലും ദുരിതം നിറഞ്ഞ കഥകളെ പറയാനുള്ളൂ, എപ്പോഴും ആവലാതികളെ പറയാനുള്ളൂ. നേരം വെളുക്കുന്ന സമയത്ത് ആരെയും പേടിക്കാതെ എഴുന്നേൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടെങ്കിൽ ലോകം മുഴുവൻ നേടിയവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പക്ഷെ നമുക്കതൊന്നും പോരാ, എപ്പോഴും ആവലാതിയാണ്. എവിടെയോ ഷിർക്ക് എനിക്ക് സംഭവിക്കില്ല, ഞാൻ ഷിർക്കിലേക്ക് എത്തില്ല എന്ന് പറയുന്ന ആളുകൾ പോലും ഏതോ ഒരു വിഷയത്തിൽ അള്ളാഹുവിൽ നിന്ന് മെല്ലെ അകന്നു പോവുകയാണ്. അതാണ് തവക്കുൽ നമുക്ക് വരുന്നത്. ഒരു തവക്കുലിൻ്റെ കുറവ് വരുമ്പോൾ ഷിർക്കിൻ്റെ വഴിയിലേക്ക് അറിയാതെ, അതല്ലെങ്കിൽ നിഷേധത്തിൻ്റെ വഴിയിലേക്ക് അറിയാതെ, നന്ദികേടിൻ്റെ വഴിയിലേക്ക് അറിയാതെ നമ്മൾ എത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് സങ്കടങ്ങളും പ്രയാസങ്ങളും ദുനിയാവിൽ പടച്ചവന് അതിൻ്റേതായ ഹിക്മത്തുണ്ട്. ജീവിതത്തെ പടച്ചത്, മരണത്തെ പടച്ചത് എല്ലാം ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് അമല് ചെയ്യുന്നവൻ ആരുണ്ട് എന്ന് നോക്കാനാണ്. പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഖുർആൻ തന്നെ പറഞ്ഞതാ, കുറേ വിജയം മാത്രമാണ് നമുക്ക് നൽകുന്നതെങ്കിൽ, നല്ല വീടും നല്ല വാഹനം, അതേപോലെ നല്ല മക്കൾ, സമ്പത്ത്, ഒരുപാട് സുഖങ്ങൾ മാത്രമാണെങ്കിൽ അറിയാൻ കഴിയില്ല ആരൊക്കെയാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. പക്ഷെ ഭൂരിഭാഗവും നന്ദികേടായിരിക്കും. അതുകൊണ്ടാണ് ബദർ ജയിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച അടുത്ത യുദ്ധത്തിൽ ഉഹദിൽ നാശങ്ങളുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് ശത്രുവിൻ്റെ ആ കെണിയിൽ, ആ കിണറിൽ വീണു, പല്ല് പൊട്ടി. എത്ര പ്രയാസങ്ങളുണ്ടായി അല്ലേ? പടച്ചോൻ പരീക്ഷിക്കുന്ന രംഗാണത്. ഉഹദിലേക്ക് പോകുമ്പോൾ തന്നെ 300ഓളം ആളുകളെ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് സലൂൽ മാറ്റിയിട്ടുണ്ട്. ബാക്കി വരുന്ന ആളുകൾ, റസൂലുള്ളാഹിൻ്റെ കൂടെയുള്ള ആളുകൾ ആ യുദ്ധത്തിന് പോയി. റസൂലുള്ളാഹിയുടെ വലങ്കൈ എന്ന് പറയുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് കാണേണ്ടി വന്ന റസൂലുള്ളാഹിക്ക് ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് തൻ്റെ അടിമ വഹ്ഷിയെ കൊണ്ട് ഹിന്ദിനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലിക്കുകയാണ്. കൊന്നു, കരൾ പറിച്ചെടുത്ത് തുപ്പി, ഡാൻസ് ചെയ്തു.
അത് കണ്ട റസൂലുള്ള കരയുന്നുണ്ട് ആ മയ്യത്ത്. അപ്പോഴാ തൊട്ടപ്പുറത്ത് മിസ്അബിൻ്റെ മയ്യത്ത് ചൂണ്ടിക്കാണിച്ച് സഹാബികൾ പറയുന്ന റസൂലെ മിസ്അബിൻ്റെ മയ്യത്താണിത്. ഞങ്ങൾ ഈ കഫൻ പുടവ കൊണ്ട് മിസ്അബിൻ്റെ തല മറക്കുമ്പോൾ കാല് പുറത്താ, കാല് മറക്കുമ്പോൾ തലഭാഗം പുറത്താ, എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു മിസ്അബിൻ്റെ തലഭാഗം മറച്ചിട്ട് കാൽഭാഗത്ത് പുല്ല് ഘടിപ്പിച്ചിട്ട് മിസ്അബിനെ ഖബറടക്ക്. റസൂലുള്ളാഹി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മിസ്അബേ മക്കയിൽ നിന്നെ കണ്ടൊരവസ്ഥയുണ്ടായിരുന്നു, ധനാഢ്യനായ നീ ഇന്ന് ധരിച്ച വസ്ത്രം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് മാറ്റി ധരിക്കുന്നത്, കാരണം അത്രയും വസ്ത്രമുണ്ട്, സ്വർണ്ണക്കാരനെ ജനിച്ചു എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ മിസ്അബിനെ ഒരു കീറിയ തട്ടത്തിൻ്റെ കഷ്ണത്തിൽ കാണേണ്ടി വന്നല്ലോ. സഹാബികൾ പറയാ നബിയെ ഓരോരുത്തർക്കും ഖബർ വെട്ടാൻ കഴിയില്ല. ഇന്നും മദീനയിൽ ഉഹുദ് പോയി കണ്ട നമ്മൾ കാണും ആദ്യം 3 ഖബറ, ഹംസ റളിയല്ലാഹുവിൻ്റെ, മിസ്അബ് റളിയല്ലാഹുവിൻ്റെ, അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹുവിൻ്റെ 3 ഖബർ ആദ്യമുണ്ട്. ബാക്കിയുള്ള എല്ലാവർക്കും കൂടി വലിയൊരു കിണർ കുഴിച്ചതിലാണ്. കാരണം ഒരു സഹാബിക്ക് ഒരു കൈയുണ്ട് കാലില്ല, തൂങ്ങിയാടുക, എല്ലാവർക്കും ഖബർ വെട്ടാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പോഴാ റസൂലുള്ളാഹി പറയുന്നത് ഔസിഉ, നിങ്ങൾ വിശാലമായിട്ട് കുഴിക്ക്, വഅഅമിഖു, ആഴത്ത് കുഴിക്ക്, നന്നായി ഖുർആൻ അറിയുന്നവരെ ആദ്യം ഖബറിലേക്ക് വെക്ക്. ഇങ്ങനെ റസൂലുള്ളാഹിയെ പടച്ചോൻ പരീക്ഷിക്കുക. ഉഹദിൽ മദീനയിലേക്ക് തിരിച്ചെത്തിയ റസൂലുള്ളാഹി വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങാതെ പടച്ചവനോട് ഇങ്ങനെ സ്തുതിയും തസ്ബീഹും നടത്തിക്കൊണ്ടേയിരിക്കുക. ഉഹദിൽ തോറ്റു വരുമ്പോഴും. ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയോ? ഈ സമയത്ത് അള്ളാഹുവിലേക്ക് പരമാവധി സുബ്ഹാനല്ലാഹുകളും അൽഹംദുലില്ലകളുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലിയത്. എന്നാൽ അതേ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന് ഒരു വാർത്ത അവിടെ പരന്നപ്പോഴേക്ക് ചില സഹാബികളെങ്കിലും നമ്മൾക്കിനി പോകാലേ മദീനയിലേക്ക്, ഈ യുദ്ധത്തിന് വേണ്ട എന്ന് പേടിച്ച് ചിന്തിച്ചു പോയവരുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ നോക്കൂ നിങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോഴാണ് അൽഹംദുലില്ല പറയുന്നതും സുബ്ഹാനല്ലാഹ് പറയുന്നതും തൻ്റെ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങാതെ അള്ളാഹുവിലേക്ക് നന്ദി കാണിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്ക് ആകെ ചെതറുകയാണ്. ആരൊക്കെയോ പേടിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ രോഗങ്ങളെ കൊണ്ട് പേടിക്കുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ ആകെ തകർന്നു പോവുകയാണ് നമ്മൾ. അവിടെയാ നമുക്ക് തവക്കുൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതല്ല, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ഒരു ബോധം നമ്മളെ നയിക്കണം. അള്ളാഹു അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, ഹാജിമാർ പോകാൻ തുടങ്ങുക. ആ ഹാജിമാർ ഇഹ്റാം കെട്ടുന്ന സമയം അവരെ കൊണ്ട് ആദ്യം ചൊല്ലിപ്പിക്കുന്ന തൽബിയത്താണ്. എന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം തന്നിരിക്കുന്നു. പിന്നെന്താ പറയുന്നതെന്നറിയോ? ലബ്ബൈക ലാ ശരീക ലക് ലബ്ബൈക്, നിനക്കൊരു പങ്കുകാരനുമില്ല നാഥ. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ലബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ടാ അള്ളാഹുവിൻ്റെ റസൂൽ തൽബിയത്ത് ചൊല്ലിയത്. അള്ളാഹ്ക്കൊരു പങ്കുകാരനുമില്ല. അഥവാ എൻ്റെ ജീവിതത്തിൽ നാഥ എനിക്കേത് സന്ദർഭത്തിലും നീ മതി എന്ന് അള്ളാഹിനോട് പറയാം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിൻ്റെ അടിമക്ക് അല്ല പോരെയെന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ നമ്മൾ പറയേണ്ട ഉത്തരം പറയുന്നുണ്ട്. അതെ, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ല മതി. ഹസ്ബി അല്ലാ, എനിക്കല്ല മതി. എൻ്റെ ജീവിതത്തിൽ എനിക്കല്ലയല്ലാത്ത മറ്റാരും വേണ്ട. എൻ്റെ എല്ലാ കാര്യത്തിനും പടച്ചോൻ തികയുന്നവരാണ്. എനിക്കെന്ത് ബുദ്ധിമുട്ട് വരികയാണെങ്കിലും, എന്നെ ആര് പ്രയാസപ്പെടുത്തുകയാണെങ്കിലും പടച്ചോൻ്റെ ഒരു കാവൽ എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആ റബ്ബ് മതി. അതേ ദുനിയാവിൽ നടക്കൂ എന്ന് ചിന്തിക്കുന്നവരാ സത്യവിശ്വാസികൾ. ഇന്നും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ആദ്യ ഭാഗത്ത് നമ്മൾ ചൊല്ലി അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പടച്ചോനെ നീ തന്നത് തടുക്കാൻ ആരുമില്ല. അല്ല തന്നത് എനിക്ക് പടച്ചോൻ തരാൻ വിചാരിച്ചത് ലോകത്തൊരു മഖ്ലൂക്കും അത് തടയൂല. ഞാൻ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ എന്തിനാ സഹോദരങ്ങളെ ടെൻഷൻ അടിക്കുന്നത്? അല്ല എനിക്ക് തരണം എന്ന് വിചാരിച്ചൊരു സുഖമുണ്ടല്ലോ. നമ്മളൊഴികെ, ഞാനൊഴികെ ലോകത്തുള്ള എല്ലാവരും എനിക്കെതിരെ തീരുമാനിച്ചാലും പടച്ചോൻ തരാൻ വിചാരിച്ചത് അതെൻ്റെ അടുക്കലേക്ക് എത്തും, അതെത്തിയിരിക്കും. പടച്ചോൻ തരണ്ട എന്ന് വിചാരിച്ചത് വല മുഅ്തിയ, ഒരാളും നൽകാനില്ല. വല മുഅ്തിയ ലിമാ മനഅത, നീ തടുത്തത്, അല്ല എനിക്ക് വിധിക്കാത്ത ഒന്ന്
ലോകത്തെ എല്ലാവരും കൂടി ശ്രമിച്ചാലും കഴിയൂല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മുസ്ലിമിന് സങ്കടങ്ങളില്ല. ഞാൻ എൻ്റെ റബ്ബില എല്ലാം തവക്കുൽ ചെയ്ത് ഞാൻ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു. എനിക്കിഷ്ടമാണ് എന്നെ അള്ള എന്ത് പരീക്ഷിക്കുമ്പോഴും എനിക്കിഷ്ടമാണ്. അത് ചിന്തിക്കുമ്പോഴാണ് പരീക്ഷണങ്ങൾക്ക് മധുരം കൂടുന്നത്. തവക്കുലുള്ളൊരു വ്യക്തിക്ക് അവനെന്തും ഇഷ്ടമായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരാളുടെ ഒരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, നിങ്ങളെൻ്റെ ഒരടിമയുടെ അവൻ്റെ കരളിൻ്റെ കഷ്ണത്തെ അവൻ്റെ ഹൃദയത്തിൻ്റെ പൂവിനെ നിങ്ങൾ പറിച്ചെടുത്തോ ചോദിക്കും മലക്കുകളോട്. മലക്കുകൾ പറയും, അതെ, ആ അവധി എത്തിയപ്പോൾ ഞങ്ങളെ കുഞ്ഞിനെ റൂഹിനെ തിരിച്ചു കൊണ്ടുവന്നു. അള്ളാൻ്റെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? മാദാ ഖാല അബ്ദി, എൻ്റെ അടിമ എന്താ പറഞ്ഞത്? ആ ഉപ്പ എന്താ പറഞ്ഞത്? കുഞ്ഞു മരിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പൂവാണത്. അത്ര ഇഷ്ടമായിരിക്കും. ആ മക്കൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഉപ്പ എന്താ പറഞ്ഞത്? മലക്കുകൾ പറയും, അവർ പറഞ്ഞു, റബ്ബേ അൽഹംദുലില്ലാ. ആദ്യത്തെ വാചകം അൽഹംദുലില്ലയാണ്. ഒരാൾ മരിച്ചിട്ട് ആദ്യം പറയുന്ന വാചകം, സ്വന്തം കുഞ്ഞ് മരിച്ചിട്ട് ആദ്യം പറയുന്ന വാചകതാണ്. പ്രിയപ്പെട്ടവരെ, എന്ത് പ്രയാസങ്ങൾ വന്നാലും നമ്മുടെ നാവിൽ നിന്ന് ഒന്നാമത്തെ വാചകം അൽഹംദുലില്ലയാണ്. ഒരു അറബിയുടെ 7 മക്കളാണ് ആക്സിഡൻറ്റിൽ മരിച്ചത്. 7 മക്കൾ ഒറ്റയടിക്ക് മരിക്കുക. അദ്ദേഹത്തിൻ്റെ തൊഴിലാളി, ഇഷ്ടമുള്ളൊരു തൊഴിലാളി വിളിച്ചിട്ട് ആദ്യം പറഞ്ഞ വാചകം ഇതാണ്, അൽഹംദുലില്ലാ, എൻ്റെ 7 മക്കൾ അള്ളാഹിലേക്ക് യാത്രയായിട്ടോ. നമ്മൾ നിലവിളിക്കുന്ന സമയമാണത്. തവക്കുലിൻ്റെ പവറാണത്. പടച്ചോനിക്കാണ് സർവസ്തുതിയും. ഏത് ഘട്ടത്തിലും അള്ളാഹ്ക്കാണ് സർവസ്തുതിയും. അള്ള ചോദിക്കും, പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ അടിമ പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതാണ് പറഞ്ഞത്. അപ്പോഴാണ് അള്ള പറയുന്നത്, എങ്കിൽ ബുനൂലി ബൈതം ഫിൽ ജന്ന, എൻ്റെ അടിമക്ക് സ്വർഗത്തിൽ നിങ്ങളൊരു വീട് നിർമ്മിക്കണം. ആ വീടിൻ്റെ പേര് അൽ ഹംദ് എന്നൊരു പേര് ഇട്ട് കൊടുക്കണം. നോക്കൂ പ്രിയപ്പെട്ടവരെ, തവക്കുലിൻ്റെ അങ്ങേയറ്റമാണ്. ജീവിതത്തിൽ ഒരു കുഞ്ഞു മരിച്ച പിന്നെ ആ രക്ഷിതാക്കൾക്ക് എത്ര സങ്കടങ്ങളുണ്ടാകും. ആ സമയത്ത് പോലും പടച്ചോനെ മറക്കാതെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ഉമ്മ, ഒരു ഉപ്പ, അത് ജീവിതത്തിൻ്റെ ഏത് പ്രയാസങ്ങൾ, നമ്മുടെ നാട്ടിലാകട്ടെ ഗൾഫിലാകട്ടെ എവിടെ ജീവിക്കുകയാണെങ്കിലും സഹോദര സഹോദരി, ഒരുപാട് പരീക്ഷണങ്ങൾ പടച്ചോ നമ്മളിങ്ങനെ കാണിക്കും. മാരക രോഗങ്ങൾ അല്ലേ, ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന നമ്മൾ അഹങ്കാരമൊക്കെ അല്ലേ, ഒന്ന് മറിഞ്ഞു വീണാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ സങ്കടം തീരും. ഇന്ന് ഖുത്ബക്ക് പോയപ്പോൾ മിമ്പറെന്ന് കാണുകയാണ് ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നിൽക്കാൻ പറ്റണില്ല, നേരെ ഇന്ന് മറിഞ്ഞു വീണുവാണ്. വലത്തും അടുത്തും ആൾ നിന്നിട്ട് കസേരയിലിരുത്തി. എനിക്ക് ആ മുഖം നന്നായിട്ട് ഓർമ്മയുണ്ട്. ഖുത്ബ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആളെ മനസ്സിലായി, ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയാണത്. ആ പഠിപ്പിച്ച വിദ്യാർത്ഥി ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രിലിമിനറി പഠിച്ചു, അഫ്ളൽ പഠിച്ചു, ഡിഗ്രി ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് ഒരു പനി വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക്. പക്ഷേ പിന്നെ അത് മറ്റൊരു അസുഖമായിട്ട് മാറി. ഇന്ന് അവനാകെ പ്രശ്നം നേരെ നിൽക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഓരോ പ്രയാസങ്ങൾ ഓരോരുത്തർക്ക് വരുമ്പോഴും പതറാതെ ആ ഉപ്പ പിടിച്ചു കൊണ്ടുവരുന്നു. അവൻ്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് അവൻ എത്തിക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും. നിങ്ങൾ നോക്കിയേ, ഓരോരുത്തർക്ക് പടച്ചോൻ കൊടുക്കുന്ന പരീക്ഷണങ്ങൾ എനിക്ക് വേറെയാണ്, നിങ്ങൾക്ക് വേറെയാണ്, മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കും. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ ഒരു മുവഹിദായ മനുഷ്യൻ ഷിർക്ക് ചെയ്യുന്നവനല്ല, തൗഹീദുള്ള ഒരു വ്യക്തിയെ, ഷിർക്ക് ചെയ്യാത്തൊരു വ്യക്തിയെ പടച്ചോൻ തിരിച്ചും മറിച്ചും പരീക്ഷിക്കായിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് പതറിപ്പോകുമോ എന്നൊന്ന് നോക്കാനും ഇവൻ ചെയ്ത തെറ്റുകൾ പുറത്തു കൊടുക്കാനും പടച്ചോൻ്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കാനും അള്ള എല്ലാ നിലക്കും സമ്പത്തിലും ശരീരത്തിലും മക്കളിലും കൃഷിയിലും ഒക്കെ പരീക്ഷിക്കും. മരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ നഫ്സിൽ ഒരു തെറ്റും അവശേഷിക്കാത്ത ഒരു തെറ്റും അവശേഷിക്കാത്ത നിലക്ക് പടച്ചോനെ ആളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ നിലയിലും പടച്ചോൻ പരീക്ഷിക്കും. ആ സമയത്ത് അള്ള എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം കേട്ടോ, പതറിപ്പോകരുത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പിന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൽ ആളുകൾ വിശ്വസിച്ചു. ഫിർഔൻ പറയാണ്, വിശ്വസിച്ച നിങ്ങളുടെ വലത്തെ കാലും ഇടത്തെ കൈയും ഞാൻ വെട്ടും, ഇടത്തെ കൈയും വലത്തെ കാലും വെട്ടും, വിഭിന്നമായിട്ട് വെട്ടും. ആ സമയത്ത് അവർ പറഞ്ഞു ഫിർഔനോട്, നീ ചെയ്തോ, നീ ദുനിയാവിലല്ലേ ചെയ്യൂ. അത്ര ഈമാനുണ്ടായിരുന്നു.
അവരെയും കൊണ്ട് രക്ഷപ്പെടുകയാണ് ഫലസ്തീനിലേക്ക്. ആ രക്ഷപ്പെടുന്ന വഴിയിൽ കൊല്ലാൻ ഫിർഔനും പട്ടാളക്കാരും പിന്നാലെയുണ്ട്. പോയി കടലിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് മൂസാ നബിയുടെ കൂടെയുള്ള ഈ വിശ്വാസികൾ പറയുന്നത്, മൂസ, പിന്നിൽ ഫിർഔൻ വരുന്നുണ്ട്. വലമ്മൽ തഖൽ ജംആൻ, ഈ രണ്ട് സൈന്യവും രണ്ട് ടീമും പരസ്പരം കണ്ടുമുട്ടി. മൂസാ നബിയും മുസ്ലിങ്ങളും ഫിർഔനെ കാണുന്നു, ഫിർഔനും പട്ടാളക്കാരും മൂസാ നബിയെയും വിശ്വാസികളെയും കാണുന്നു. ആ സമയത്ത് മുസ്ലിങ്ങളോട് പറഞ്ഞു പോയി, മൂസ, നമ്മളെ ഫിർഔൻ പിടിക്കും, ഇന്നാ ലമുദ്റകൂൻ, നമ്മളെ പിടിക്കും, നമ്മളെ കൊല്ലും, നമ്മളെ കഥ തീർന്നു. മുമ്പിൽ കടലാണ്, ചാടിയാൻ മരിക്കും, ബാക്കിൽ സൈന്യമാണ്, കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും. ആ സമയത്ത് മൂസാ നബി പറഞ്ഞൊരു വാക്കുണ്ട്, കല്ല, അങ്ങനെ പറയരുത്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. എവിടുന്നാ അത് പറയുന്നത്? ഒരു കഥ പറഞ്ഞു കൊടുക്കല്ല, കൊല്ലാനുള്ള ആളുകൾ തൊട്ടു പിന്നാലെയുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ഒരൊറ്റ വർത്താനാണ്. അപ്പോഴേ അള്ളാഹ് പറയുന്നത്, മൂസ, വടി കൊണ്ട് കടലിനെ അടിക്ക്. അതുവരെ പാമ്പായി മാറിയ അല്ലേ ആ ചരിത്രം മാറുന്നു. ആ കടലിനെ അടിച്ചപ്പോൾ രണ്ട് ഭാഗത്തേക്ക് മാറി പർവ്വതക്കണക്കിന് ഉയരത്തിൽ സമുദ്രം ഇങ്ങനെ ആകുകയാണ്. ഖുർആൻ പറയാ, മൂസാ നബി രക്ഷപ്പെട്ട് കഴിഞ്ഞു, അക്കരയിലെത്തി. അള്ളാഹിനോട് പറഞ്ഞാണ്, ഇക്കരെ എത്തി പഠിച്ചവനെ, ഇനി കടൽ പൂട്ടിക്കോ. പക്ഷേ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ പഠിച്ചവൻ കൊടുക്കുന്ന സമ്മാനം അതല്ലല്ലോ. മൂസാ നബിക്ക് അക്കരെ എത്തിക്കഴിഞ്ഞാൽ കടൽ പൂട്ടിയാൽ കഴിഞ്ഞു. പക്ഷെ പഠിച്ചവൻ അത്ര പോരാ. ഫിർഔനെ കടലിലേക്ക് ഇറക്കി പഠിച്ചവൻ ആഴക്കടലിലേക്ക് എത്തുന്നു. പിന്നെ ആ കടൽ പൂട്ടുന്നത്, ആ നദി എൻ്റെ കാൽച്ചുവട്ടിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞ് ഫിർഔനിൻ്റെ തലക്ക് മുകളിലൂടെ പഠിച്ചവൻ ആ കടലിനെ സമുദ്രത്തെ ആക്കുകയാണ്, കടലിൽ മുക്കിക്കൊല്ലുകയാണ്. തവക്കുലിൻ്റെ പ്രതിഫലം നേരിട്ട് കാണുകയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മളും പഠിച്ചവന് തവക്കുൽ ചെയ്ത് നോക്കിയേ അല്ലേ? വിചാരിക്കാത്ത വഴിയിലൂടെയാ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മാ അഗ്ലഖല്ലാഹു ബാബൻ ബിഹിക്മ ഇല്ലാ ഫതഹല്ലാഹു ബാബൈനി മിനർ റഹ്മ. അല്ലാഹു തആല ഒരു ഡോർ അടക്കൂലട്ടോ, ബിഹിക്മ, അള്ളാഹിൻ്റെ ഹിക്മത്ത് കൊണ്ടൊരു ഡോർ അടക്കൂല പഠിച്ചത്. എങ്ങനെയല്ലാതെ? ഇല്ലാ ഫതഹല്ലാഹു ബാബൈനി മിനർ റഹ്മ, അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് രണ്ട് ഡോറ് പഠിച്ച മുമ്പേ തുറന്നു വെച്ചിട്ടുണ്ടാവും, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വഴി പഠിച്ച മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ സങ്കടപ്പെടുകയാണ്, മക്കളുടെ കല്യാണ വിഷയവും അതേപോലെ തൊലാഖിൻ്റെ വിഷയം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അതേപോലെ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗങ്ങളൊക്കെ വരുമ്പോൾ തളർന്നു പോവുകയാണ്. വേണ്ട, അല്ലാഹു തആല നിനക്ക് കണക്കാക്കിയിട്ടുണ്ട്, നീ ആ ഭാഗത്തേക്ക് എത്തിയിരിക്കും. ഇത് അമ്പിയാക്കൾ പഠിപ്പിക്കേണ്ടത്. അള്ളാഹ് കൂടെയുണ്ട് എന്ന് പറയാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു നമ്രൂദ്. ആ തീയാകട്ടെ മാസങ്ങൾക്ക് മുമ്പ് കത്തിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടിയിട്ട്. ആ നാട്ടിലൊരു പെണ്ണിന് ഒരു അസുഖം വന്നാൽ എൻ്റെ അസുഖം മാറാൻ ഇബ്രാഹിമിനെ കരിക്കുന്ന തീയിലേക്ക് എൻ്റെ വക വിറകാണ്, എൻ്റെ വക എണ്ണയാണ്, അങ്ങനെയാണ് ഓരോരുത്തർ നേർച്ച നേരുന്നത്. അങ്ങനെ കത്തിച്ച് ചൂടാക്കി അതിലേക്കാണ് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുന്നത്. ആ തീയിലേക്ക് ജിബ്രീൽ വന്ന് ചോദിക്കുന്നത് സഹായം വേണോ എന്ന്. അമ്മ മിൻക ഫലാ, നിൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ട. അമ്മ മിനല്ലാഹ് ഫഹുവ അഅലമു മിൻക, എന്നാൽ അള്ളാഹിൻ്റെ സഹായം നിന്നേക്കാൾ എന്നെക്കുറിച്ച് പടച്ചവനിക്കറിയാം. അതാണ് തവക്കുൽ. തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ആ തീയിൽ നിന്ന് പടച്ചവന് തവക്കുലിട്ട് പറയാണ്, ഹസ്ബി അല്ലാഹ്, അല്ലാഹ് മതി എന്ന് പറയാം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇബ്രാഹിം നബിയോട് ആ തീയിനോട് പടച്ചവൻ പറഞ്ഞില്ലേ, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയെ ഇബ്രാഹിം നബിയുടെ മേൽ തണുപ്പാകി, സമാധാനാകി, രക്ഷയാകി. ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, അള്ളാഹ് എങ്ങാനും തീയോട് തണുപ്പാകി എന്ന് മാത്രം പറഞ്ഞാൽ തണുപ്പ് കൊണ്ട് മരിച്ചു പോകുമായിരുന്നു. പക്ഷേ പടച്ചവൻ പറഞ്ഞത് സലാം, രക്ഷയുണ്ടാകി. തവക്കുൽ ചെയ്തു, അല്ലാഹ് മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് പടച്ചവൻ കൊടുക്കുന്ന പ്രതിഫലം സമാധാനമാണ്, രക്ഷയാണ് അല്ലേ? ഇതേ രീതി തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് രക്ഷപ്പെടുന്ന സമയത്ത്, ഹിജ്റ പോകുന്ന നേരത്ത് റസൂലുള്ളാഹിയെ ജീവനോടെയോ കൊന്നിട്ടോ കൊണ്ടുവന്ന 100 ഒട്ടകം സമ്മാനമാണ്. അങ്ങനെയാണ് തൗർ ഗുഹയിൽ ഒളിക്കുന്നത്. ആ ഒളിക്കുമ്പോൾ ശത്രുക്കൾ വന്നു ഗുഹാമുഖത്ത്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, റസൂലേ, ശത്രു അവൻ്റെ കാലിലേക്കൊന്ന് നോക്കിയാൽ, താഴേക്കൊന്ന് നോക്കിയാൽ നമ്മളെ പിടിച്ചു.
ആ സമയത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉസ്കുത് യാ അബൂബക്കർ, അബൂബക്കറെ മിണ്ടാതിരിക്ക്. മാ ദന്നുക ബിസ്നൈൻ, ഈ രണ്ടാളെക്കുറിച്ച് നിന്റെ വിചാരം എന്താ? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതായിട്ട് പടച്ചോനുണ്ട്, അള്ളയുണ്ട് കൂടെ. ആ റബ്ബിലാ പരമേൽപ്പിക്കേണ്ടത്. ലാ തഹ്സൻ, ഒരിക്കലും ദുഃഖിക്കരുത്. ഇന്നല്ലാഹ മഅനാ, അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്. മദീന എത്തുന്നത് വരെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ വലത്തും അടുത്തും മുമ്പിലും ബാക്കിലും പോകാന്നല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല പേടിച്ചിട്ട്. ഞാൻ ഓരോന്ന് പറയുമ്പോഴും സുറാഖത്ത് ബിൻ മാലിക് കുതിര വേഗതയിൽ ഓടിച്ചുകൊണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. റസൂലെ, കയ്യെത്തും ദൂരത്ത് സുറാഖയുണ്ട് നമ്മളെ കൊല്ലാൻ. ലാ തഹ്സൻ, അബൂബക്കർ ഒരു ദുഃഖവും വേണ്ട, അള്ളാഹ് കൂടെയുണ്ട്. ഈ വിശ്വാസ റസൂലുള്ളാഹിക്ക്, ഈ വിശ്വാസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് അമ്പിയാക്കൾ നമ്മൾക്ക് പഠിപ്പിക്കുന്ന വിശ്വാസം. എവിടെയോ നമ്മളും പതറിപ്പോകുന്നുണ്ടോ എന്നല്ലേ? എന്തിനാണ് നമുക്ക് സങ്കടം ഉണ്ടാകുന്നത്? എന്തിനാണ് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നത്? അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും തവക്കുൽ നഷ്ടപ്പെടുമ്പോഴാണ് മുജാഹിദുകൾക്ക്, സലഫികൾക്ക് ഒരു തെറ്റിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ഡോർ ഏതാണെന്നറിയോ? ഈ തവക്കുലങ്ങ് പോയാൽ അവൻ അവിടെ വന്നിട്ടാ, നീ എന്തിനാ ഇന്ന് അവിടെ പോയത്? അവളിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ, ഞാനവിടെ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞത് അവിടെ പോകണ്ട എന്ന്, ഞാൻ പറഞ്ഞത് ഇവിടെ എത്തണമെന്ന് നമ്മൾ വർത്താനമില്ലേ? റസൂലുള്ളാഹി പറയുക, അത് പറയരുത്. ലോ അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ ആയില്ലായിരുന്നുവെങ്കിൽ അത് പറയരുതേ. ശൈത്താൻ്റെ ഡോറ് തുറക്കും. പിന്നെ എപ്പോഴും നിരാശയായിരിക്കും. നമ്മൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകില്ല. നേരെ മറിച്ച് എനിക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് ഹൈറേ വിധിക്കും. അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 2 മക്കളെ നഷ്ടപ്പെട്ടു. ആ 2 മക്കൾ നഷ്ടപ്പെട്ട സമയത്ത് പിന്നെ അവരന്വേഷിച്ച് പോകാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറയാ, നിങ്ങൾ പോകണം, അന്വേഷിക്കണം യൂസുഫ വ അഖി, യൂസുഫിനെ സഹോദരനെയൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. പക്ഷെ പോകുമ്പോൾ കൊടുക്കുന്ന വാക്കെന്താണെന്നറിയോ? ഉപദേശം, വല തൈഅസു മിർ റൗഹില്ലാ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയെ തൊട്ട് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത് കേട്ടോ. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികൾ മാത്രമാണ് പടച്ചോനിൽ നിന്നുള്ള പ്രതീക്ഷകൾ കൈവിടുന്നത്. ഇബ്രാഹിം നബിയും പറഞ്ഞു, ഖാൽ വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബി ഇല്ല ദ്വാല്ലൂൻ, പിഴച്ചുപോയ ആൾക്കാർ മാത്രം പടച്ചോൻ്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ടാണല്ലോ എന്ത് സങ്കടങ്ങൾ വന്നാലും നമ്മളെ കൊണ്ട് ആദ്യം പറയിപ്പിക്കുന്നത് എന്താ? അല്ലേ? ദുആഉൽ കർബുണ്ട്. ദുഃഖം വരുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്. അതിലൊന്നേതാ? അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ, എനിക്ക് എന്ത് സങ്കടങ്ങൾ വന്നാലും പടച്ചോനെ, ഞാൻ അല്ലാഹു റബ്ബി, അള്ളയാണ് എൻ്റെ റബ്ബ്, ഞാൻ അവനിൽ ഒന്നിനും പങ്കു ചേർക്കൂല. നോക്കൂ നിങ്ങൾ, എൻ്റെ സങ്കടം പോക്കണേ എന്നല്ല ഇവിടെ പഠിപ്പിച്ചത്. പടച്ചോനെ, നീയാണ് എൻ്റെ റബ്ബ്, അള്ളയാണ് എൻ്റെ റബ്ബ്, ഞാൻ പടച്ച റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കൂല. ഇത് പഠിപ്പിക്കുക. മറ്റൊരു പ്രാർത്ഥന എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അളീമുൽ ഹലീം, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർദി വ റബ്ബുൽ അർശിൽ കരീം. 3 തവണയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിപ്പിക്കുന്നത്. എന്തിനാണത്? പതറിപ്പോകും നമ്മൾ. നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ, അല്ലാഹു തആല എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ സഹോദരങ്ങളെ, പ്രതീക്ഷ കൈവിട്ടു പോകരുതെന്ന് പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. മഹാനാണവൻ, അർശിൻ്റെ ഉടമയാണവൻ, അത്യുന്നതനായ സിംഹാസനത്തിൻ്റെ ഉടമയാണ്. അള്ളാഹു പഠിപ്പിക്കുക പ്രാർത്ഥന, നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കുക. എന്തിനാണെന്നറിയോ? സങ്കടങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ വിശ്വാസം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ എനിക്ക് പടച്ചോൻ്റെ പരീക്ഷണങ്ങളെ അത്രയും മധുരമായിട്ട് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മോനെ ഖബറടക്കി തിരിച്ചു വരുമ്പോൾ അടുത്ത കുട്ടി മരിക്കുക, അത് വരുമ്പോൾ അടുത്ത കുട്ടി മരിക്കുക, രോഗങ്ങൾ, വ്രണങ്ങൾ, മുറിവും എല്ലാവരും വിട്ടേച്ചു പോയി. അപ്പോഴും പടച്ചോനോട് പറഞ്ഞെന്താ? അല്ലാഹുവേ ഇനി മസ്സനി അദ്ദുർ, പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ട് പടച്ചോനെ, എന്നാൽ വ അൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞു മരിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ പറയാണ്, പടച്ചോനെ എനിക്കൊരുപാട് ദുരിതം ബാധിച്ചിട്ടുണ്ട്,
പക്ഷെ എനിക്കൊന്നിനും ഒരു നിരാശയില്ല. വഅൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് കരുണ ചെയ്യുന്നവനാണ്. ഈ പ്രതീക്ഷയാണ് സഹോദരങ്ങളെ എപ്പോഴും നമ്മൾക്കും വേണ്ടത്. അതില്ല എങ്കിൽ സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജ് പഠിപ്പിക്കുന്ന, ഹജ്ജിനെക്കുറിച്ച് പറയുന്ന ആ സൂറയിൽ അള്ളാഹ് പറയുന്നത്, മൻ കാന യദുന്നു അല യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ ഫൽയംദുദ് ബിസബബിൻ ഇലസ് സമാഇ സുമ്മ ലഖ്തഅ. അല്ലേ, ആരെങ്കിലും ചിന്തിക്കുകയാണ്, എന്താ ചിന്തിക്കുന്നത്? മൻ കാന യദുന്നു അല യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ പടച്ചോൻ എന്നെ സഹായിക്കൂല എന്ന് ഒരാൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരാൾ അള്ളാഹ് എന്നെ സഹായിക്കൂല എന്ന് വിചാരിക്കുക. പടച്ചോൻ ഈ സമയത്തൊന്നുമില്ല, ഒരു കണ്ണ് പൂട്ടി തുറക്കുന്ന നേരം പോലും അള്ളാഹിൻ്റെ കാവൽ എനിക്കുണ്ടാകൂല, അള്ളാഹിൻ്റെ സഹായം എനിക്കുണ്ടാകില്ല, അതുകൊണ്ടാണ് ഈ ജോലി പോയത്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സങ്കടപ്പെടേണ്ടി വന്നത്, അതുകൊണ്ടാണ് ഈ രോഗം വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ എൻ്റെ രോഗം അള്ളാഹ് മാറ്റിത്തരാത്തത്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, എന്താ ഞാൻ ഇങ്ങനെയായി പോകുന്നത്, എന്താ എനിക്കൊരു സ്വസ്ഥത കിട്ടുക, നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുക. പടച്ചോൻ എന്നെ സഹായിക്കൂല എന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരാൾ ചിന്തിച്ചാൽ ഫൽയംദുദ് ബിസബബിൻ ഇലസ് സമാ, ആകാശത്തേക്ക് അവൻ ഒരു കയറ് നീട്ടട്ടെ. സുമ്മ ലഖ്തഅ, പറയാ കഴുത്തതിൽ കുരുക്കിയിട്ട് തൂങ്ങി ചത്തുകൊള്ളട്ടെ എന്നുള്ള പറയുക. അവന് ദേഷ്യം എന്നിട്ട് പോകുന്നുണ്ടോ എന്ന് അവൻ നോക്കട്ടെ. അള്ളാഹ് സഹായിക്കൂലെന്നോ അല്ലേ? മുകളിലേക്ക് വലിച്ച ശ്വാസം അത് താഴേക്ക് വരണമെങ്കിൽ പടച്ചോൻ്റെ തൗഫീക്ക് നമ്മൾക്ക് വേണം. അത്രയും നമ്മൾ കോടിക്കണക്ക് നമ്മൾ അനുഭവിക്കുമ്പോഴും പലപ്പോഴും നന്ദികേടിൻ്റെ വാക്ക് സഹോദരങ്ങളെ നമ്മൾ സംഭവിച്ചു പോകുന്നുണ്ട്. അത് പാടില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയോ ഭരമേൽപ്പിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെയോ ഒരു അറിവിൻ്റെ കുറവ് കൊണ്ടോ സാഹചര്യം കൊണ്ടോ തവക്കുലിൽ നമ്മളും നഷ്ടപ്പെട്ടു പോവുകയാണ്. നേരെ മറിച്ച് ഏത് സമയത്തും ചിന്തിക്കുക അള്ളാഹു തആല എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് അദ്ദേഹത്തെ വിളിച്ചു പറയാണ്, ഇന്നി ഉഅല്ലിമുക ബികലിമാത്ത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് പറയാം, യഹ്ഫളില്ലാ, നീ അള്ളാഹിനെ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. യഹ്ഫള്, അള്ളാഹിൻ്റെ ഒരു കാവൽ നിനക്ക് എപ്പോഴും ഉണ്ടാകും. നീ അള്ളാഹിനെ എപ്പോഴും സൂക്ഷിച്ചോ. എൻ്റെ അറിവിലൂടെ മറ്റുള്ള രീതിയിലൊക്കെ പടച്ചവൻ്റെ കാവൽ നിന്നെ എപ്പോഴും പൊതിയും. അതേപോലെ തന്നെ യഹ്ഫളില്ലാ തജിദ് തുജാഹക്, നീ അള്ളാഹിനെ എപ്പോഴും സൂക്ഷിക്കണം. പടച്ചവൻ്റെ സഹായങ്ങൾ നിനക്കെപ്പോഴും കാണാം. എന്നിട്ട് പറയാ, ഇദാ സഅൽത ഫസ്അലില്ലാ, എന്ത് ചോദിക്കുമ്പോഴും നീ അള്ളാഹിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, എന്ത് സഹായത്തട്ടങ്ങളും നീ അള്ളാഹിനോട് ചോദിക്കണേ. അള്ളാഹ് മതിയാകുന്നവനാ, നിന്റെ എല്ലാ കാര്യത്തിനും പടച്ചവൻ മതി, അള്ളാഹ് മതി എന്ന് പറയേണ്ടവനാ നീ. എന്നിട്ട് പറയാ, വഅലം, നീ അറിയണേ, അന്നൽ ഉമ്മ ലൗ ഇജ്തമഉ അലാ അൻ യൻഫഉക ലാ യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്, ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. എല്ലാവരും വിചാരിച്ചു. നമ്മൾ വിചാരിക്കൂലേ അത് കിട്ടണം ഇത് കിട്ടണം. നമ്മൾ മാത്രമല്ല, എൻ്റെ മോൾക്ക് അവിടെ കിട്ടണം, പിന്നെ കോളേജത്തിന് അഡ്മിഷൻ കിട്ടണം, ആ നിലക്കുള്ളൊരു ആലോചന കിട്ടണം, നല്ലൊരു പുതിയാപ്പിളെ കിട്ടണം, അല്ലേ, ഒരു പെണ്ണിനെ കിട്ടണം, നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം. നമ്മളിങ്ങനെ തിരക്ക് കൂട്ടുക അല്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, ഖൈറിന് വേണ്ടി ദുആ ചെയ്യും പോലെ ഷെറിന് വേണ്ടിയും ദുആ ചെയ്യും നിങ്ങൾ. ചിലതൊക്കെ നിങ്ങൾ ദുആ ചെയ്യാണ്, തിരക്ക് കൊണ്ട് തവക്കുലില്ല, കാത്തു നിൽക്കാൻ നേരമില്ല, എല്ലാം കിട്ടണം, അത് നിങ്ങൾക്ക് ഷെറായിരിക്കും. ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, പക്ഷെ അള്ളാഹ് വിചാരിച്ചിട്ടില്ല. ലയൻഫഉക, നിനക്ക് ഉപകാരം ചെയ്യാൻ ലോകത്താർക്കും കഴിയൂല. ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്, പടച്ചോൻ നിനക്ക് എഴുതി വെച്ച ഒന്നുണ്ട്. ആകാശം പടക്കുന്ന ഭൂമി പടക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് പടച്ചോൻ എഴുതി വെച്ച ചില ഉപകാരങ്ങളുണ്ട്, അതല്ലാത്ത ഒന്നും നിനക്ക് കഴിയൂല. ഇനി എന്തിനാ നീ പേടിക്കുന്നത്? അടുത്ത വാചകം നമുക്ക് എപ്പോഴും ആശ്വസിക്കാനുള്ളത്. നീ അറിയണം, ലവിജിത്തമാഴു, ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടെയാണ്. അല അയ്യദുറൂക്, നിന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കണം, നിന്നെ ഒന്ന് ഇരുത്തിക്കളയണം, നാട് കടത്തണം, രാജ്യത്തുനിന്ന് ഇല്ലാതെയാക്കണം, നാട്ടിൽ നിന്ന് പുറത്താക്കണം, നിന്നെ പേടിപ്പിക്കും, പല നിരക്കും നിന്നെ പ്രയാസപ്പെടുത്തണമെന്ന് എല്ലാവരും വിചാരിക്കുകയാണ്. ഈ വാർത്ത മുസ്ലിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യും. നമുക്കിവിടെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെയായിരിക്കോ ഇങ്ങനെയായിരിക്കും, പേടിപ്പിക്കുന്ന വാർത്തകളാണ് നേരം വെളുക്കുമ്പോൾ മൊബൈലിൽ കാണുന്നത് അല്ലേ? അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ ചെയ്തു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. ഏതോ ഒരു പ്രദേശത്തെ ആ നിലക്ക് ഏതോ ഒരു ഭാഗത്തിലൊരു വാർത്ത പോലും അത് വലിയ വാർത്തയായിട്ടാണ് പ്രിയപ്പെട്ടവരെ അല്ലേ നമ്മൾ കാണുന്നതും. നമ്മുടെ മലയാളക്കരയിൽ
വിശ്വാസികളെ പേടിപ്പിക്കുന്ന എത്രയോ വിഷ്വൽസുകൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. ഈ നാട്ടിൽ ജോലിക്ക് വരുന്ന അതേ നാട്ടിലത്തെ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, നിങ്ങളറിയോ ഇങ്ങനത്തെ നാട്ടിൽ എന്തോ സംഭവം ഉണ്ടോ എന്ന്? അറിയില്ല. മറിച്ച് നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനെ എല്ലാം. അങ്ങനെ എത്ര നിന്നെ ശരിക്കും പേടിപ്പിക്കാൻ തന്നെ വിചാരിച്ചു, ബുദ്ധിമുട്ടിക്കാൻ വിചാരിച്ചു. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നീയല്ലാത്ത എല്ലാവരും നിനക്കെതിരെയാണ്. സഹോദര സഹോദരി, എന്തിനാ സങ്കടപ്പെടുന്നില്ല? യദുറൂക്, അവരെ നിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ കഴിയൂല. ഇല്ല ഖദ് കതബഹുല്ലാഹു അലൈക്, അള്ളാഹ് നിനക്ക് സംഭവിക്കേണ്ടതായ ബുദ്ധിമുട്ടുകൾ ആകാശം ഭൂമി പടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്തേക്ക് ഒരു കടുകുമണിയോളം ഉപദ്രവം നിന്നെ ആർക്കും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അല്ലേ, എൻ്റെ ജോലി പോകുന്നത്, എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, എൻ്റെ ഇന്ന പ്രയാസങ്ങൾ, അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ഒരാൾക്കും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു തആല എനിക്ക് വിധിച്ച പ്രയാസങ്ങൾ എന്താണോ, എനിക്ക് വിധിച്ച ഉപകാരങ്ങൾ എന്താണോ, ഇതിനെ തടുത്ത് മാറ്റാൻ ലോകത്താർക്കും കഴിയുന്നതല്ല. ഈ വിശ്വാസം ഒരു മുസ്ലിമിന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ അയാൾക്കൊന്നും പേടിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അവനക്കറിയാം ഇത് അള്ളാഹിനെ പരീക്ഷിക്കാണ്. മറ്റ് രോഗങ്ങൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കും. അല്ലേ, നമ്മൾക്കൊരു വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ ഒരു തൗഹീദുള്ള വ്യക്തി കിട്ടുന്ന ആശ്വാസം എന്താ? അവൻ നിലവിളിക്കുകയല്ല, മറിച്ച് ഖദ്ദർ അല്ലാഹ്, ഇത് അള്ളാഹിൻ്റെ ഖലാ ആണ്. പടച്ചവൻ്റെ ഖലാ സംഭവിച്ചു. ആ സമയത്ത് അള്ളാഹിനോട് പറയും, പടച്ചവനെ എനിക്ക് പ്രയാസങ്ങളുണ്ട്, പക്ഷെ വല നഖൂലു ഇല്ലാ മാ യുർദി റബ്ബുന, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും പറയൂലട്ടോ. റസൂലുള്ളാഹിയുടെ കുട്ടി മരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ വാചകല്ലേ അത്? ഇബ്രാഹിം, നിൻ്റെ വേർപാടിൽ സങ്കടമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും പറയൂല. എന്ത് സംഭവിച്ചാലും ഇന്ന ലില്ലാഹി മാ അഖദ്, അള്ളാഹിൻ്റെതാണ് അള്ളാഹ് എടുത്തത്. വലഹു മാ അഅ്താ, അള്ളാഹുവിൻ്റെതാണ് അവൻ തരുന്നത്. അള്ളാഹ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെതാണ്. അള്ളാഹ് എന്തെങ്കിലും എന്നിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഞാൻ 10, 15, 20 വർഷം ഞാൻ നേടിയെടുത്തൊരു സമ്പത്താണ്, എന്തോ ആ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞു, ഇരിക്കേണ്ടി വന്നു, പ്രശ്നമില്ല എനിക്ക്. കാരണം അള്ളാഹ് തന്നത് അള്ളാഹിൻ്റെതാണ്, അള്ളാഹ് എടുത്തത് അള്ളാഹിൻ്റെതാണ്. ലികുല്ലി ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ, എല്ലാത്തിനും അള്ളാഹിൻ്റെ അടുക്കൽ ഒരു അവധിയുണ്ട്. എനിക്ക് അവധിയുണ്ട്, അവർക്ക് അവധിയുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ, എൻ്റെ ഉപ്പാടെ, എൻ്റെ മക്കളുടെ, എൻ്റെ ഇഷ്ടപ്പെട്ടവരുടെ വേർപാട് എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട്, എൻ്റെ നഷ്ടങ്ങളിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ലികുല്ലി ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ, എല്ലാത്തിനും ഒരു അവധിയുണ്ടല്ലോ. അതാണ് ഒരു മുവഹിദായ മനുഷ്യൻ ചിന്തിക്കുക, എല്ലാത്തിനും ഒരു അവധിയുണ്ട്. അതുകൊണ്ട് റസൂൽ പറഞ്ഞില്ലേ, ഫൽ തസ്ബിർ, നിങ്ങൾ ക്ഷമിക്കണേ പോരാ, വൽ തഹ്തസിബ്, നീ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിക്കണം. സംഭവിച്ചു, ഇനി അങ്ങോട്ട് തവക്കുലാക്കുക എന്നതല്ല. ഇഷ്ടത്തോടെയാണ് അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനങ്ങളും സഹോദരങ്ങൾ നമ്മൾ എടുക്കുന്നത്. ഈ ബോധം ഉണ്ടെങ്കിൽ എന്താ അറിയോ, സന്തോഷത്തിൽ അമിതമായിട്ട് നമ്മൾക്ക് ഒരു കിബറുണ്ടാകില്ല. സന്തോഷം വരുമ്പോഴത്തേക്ക് പടച്ചോനെ മറന്ന് എല്ലാ വൃത്തികളിലേക്ക് എത്തും, അതുണ്ടാകില്ല. സങ്കടങ്ങൾ വരുമ്പോൾ അപ്പോഴും അമിതമായിട്ട് ദുഃഖിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടു പോകില്ല. മറിച്ച് എനിക്കെന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ എന്ന് പറയാനും, എനിക്കെന്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും എനിക്ക് ക്ഷമിക്കാനുമുള്ള ഒരു കഴിവ് പടച്ചോൻ നമ്മൾക്ക് നൽകും. ഏത് സമയത്തും പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാകണം. പടച്ചോൻ എൻ്റെ കൂടെയുണ്ട്, ആ റബ്ബിലാണ് ഞാൻ തവക്കുൽ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പോഴും നിങ്ങൾ മഗ്‌രിബിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു പ്രാർത്ഥന ഉണ്ടാകും, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചെല്ലിയില്ലേ? നമുക്കറിയുന്ന പ്രാർത്ഥനയാണ് അല്ലേ? ഞാൻ ഒന്ന് കൈവന്തിക്ക് എന്ന് ഞാൻ പറയണില്ല, പറഞ്ഞാൽ എത്രയൊക്കെ പൊന്തിക്കാൻ പറ്റും? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയാം ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. തവക്കൽതു അലല്ലാഹ്, ഞാൻ എൻ്റെ എല്ലാ വിഷയവും പടച്ചവൻ ബരമേൽപ്പിച്ചിട്ടുണ്ട്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലേ? ശരിക്കുള്ള കഴിവ് അള്ളാഹിനെ കൊണ്ടല്ലാത്തൊരു കഴിവ് യഥാർത്ഥത്തിൽ മറ്റാർക്കും ഇല്ല. അള്ളാഹ് പ്രഖ്യാപിക്കുക, എൻ്റെ എല്ലാ വിഷയവും ഞാൻ അള്ളാഹിൽ തവക്കുൽ ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ടാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ വേറെ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ എന്നുള്ള ദുആയുണ്ട്. ഒരല്പം സുദീർഘമായ ഇറക്കാണെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഉദല്ല എന്ന ദുആയുണ്ട്. അതിലൊക്കെ ബേസിക് അതാണ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, എൻ്റെ എല്ലാം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ അല്ലേ, ശൈത്താൻ പറയും
ഇയാൾ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞു, ഇനി എങ്ങനെയാ ഇയാളെ പിഴപ്പിക്കുക? അങ്ങനെ ഇറങ്ങിയ എത്രയോ ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് മയ്യത്തായിരിക്കും. അങ്ങനെ ആണെങ്കിലും അല്ലേ, അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയതെങ്കിൽ എനിക്കെന്ത് പേടിക്കാനാണ് പിന്നെയുള്ളത്? അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു അടുപ്പ് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ്, എപ്പോഴും അത്ഭുതമായിരിക്കും. എന്ത് സന്തോഷം ഉണ്ടാകുമ്പോൾ ശക്കറ, അവൻ അള്ളാഹിലേക്കല്ലേ പോകുന്നത്, സുജൂദ് അല്ലേ, ഒരു ശുക്റിൻ്റെ ഒരു സുജൂദും ചെയ്യുന്നുണ്ടാകും, അള്ളാഹിനോട് അൽഹംദുലില്ലാ പറയുന്നുണ്ടാകും, വിനയപ്പെടുന്നുണ്ടാകും, അള്ളാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാകും. സങ്കടങ്ങൾ വരുമ്പോൾ എവിടെ പോകാനില്ല, ആരോടും പരാതി പറയാനില്ല. എൻ്റെ എല്ലാ സങ്കടങ്ങളും അള്ളാഹിനോടാണ് ഞാൻ എപ്പോഴും പറയാം. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സുജൂദിൽ പോകുമ്പോൾ അള്ളാഹിനോട് പറയും, അതാ എനിക്ക് പ്രയാസപ്പെട്ടിട്ടുണ്ട്, നീ കാക്കണേ റബ്ബേ എന്ന് അള്ളാഹിനോട് പറയും. പഠിച്ചവനെ, നീക്കൊരു കണ്ണ് പൂട്ടി തുറക്കുന്ന സമയം പോലും നീ എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് അല്ലാഹുമ്മ റഹ്മതക അർജു. നിൻ്റെ പഠിച്ചവനെ, നിൻ്റെ എല്ലാ കാരുണ്യം ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുകയാണ്, നീ എന്നെ ഏൽപ്പിക്കല്ലേ, ഒരു കണ്ണ് പൂട്ടി തുറക്കുന്ന സമയം പോലും നീ എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം പടച്ചോനിൽ ഏൽപ്പിക്കുന്ന ഒരാളായിരിക്കും ഒരു സത്യവിശ്വാസി. സഹോദരങ്ങളെ, അങ്ങനെ ആകെ കഴിയലുണ്ടോ നമ്മൾക്ക്? ഷിർക്കിലേക്ക് എത്താത്ത, ബിദ്അത്തിലേക്ക് എത്താത്ത, അന്ധവിശ്വാസത്തിലേക്ക് ഞാൻ ആ ഭാഗത്തേക്കൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതല്ലല്ലോ, അതൊന്നും അല്ലാത്ത ഒരാളാണ് ഇവിടേക്ക് ഒരുമിച്ച് കൂടിയത്. നമ്മൾക്കങ്ങനെ പറ്റുന്നുണ്ടോ? സങ്കടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ശാരീരികമായിട്ടും മാനസികമായിട്ടും കുടുംബജീവിതത്തിലാകട്ടെ, അതേപോലെ വ്യക്തി ജീവിതത്തിലും സൗഹൃദ വലയത്തിലും നമ്മുടെ ജോലിസ്ഥലത്തും നൂറുകണക്കിന് ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ കഴിയലുണ്ടോ, എൻ്റെ എല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു, ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായിട്ട് ക്ഷമിക്കുകയാണ്, വല്ലാഹു മുസ്തആൻ, അള്ളയാണ് എനിക്ക് എല്ലാത്തിനും ഒരു കാവലായിട്ടും രക്ഷകനായിട്ടും, എനിക്കെല്ലാം അള്ളാഹുവിലേക്കാണ് എന്ന ഒരു ബോധം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് കുലുങ്ങാത്ത ആളുകൾ അവരാണ് പരലോകത്തിലെ വലിയൊരു ഭാഗ്യം കിട്ടുന്ന ആളുകൾ. അല്ലാഹു തആല ചില ആളുകൾ 70,000 ആളുകളെ ഒരു ചോദ്യവും ഇല്ലാതെ ഒരു ശിക്ഷയില്ലാതെ നേരെ സ്വർഗത്തേക്ക്, ഹദീസിൽ കാണാം വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ, ആ 70,000 എണ്ണുമ്പോൾ 1000 എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തആല 70,000 ആളുകൾ അഡീഷണലായിട്ട് കൊടുക്കും. പിന്നെ പടച്ചോൻ്റെ 3 കോരലുണ്ട്, എത്രയാണെന്നൊന്നും അറിയില്ല ഓരോ 1000-ലും. ഇവരുടെ പ്രത്യേകത എന്താ? ഇവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല, അതേപോലെ തന്നെ ഇവർ പിന്നെ ലക്ഷണം നോക്കുന്ന ആൾക്കാരല്ല, മറിച്ച് ഇവിടെ ഏറ്റവും വലിയ ഗുണം വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാം പഠിച്ചു തവക്കുൽ ചെയ്യും, എരന്ന് പ്രാർത്ഥിക്കാൻ പറയൂല, സങ്കടങ്ങളെ നിരത്തി വെക്കൂല, എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തവക്കുൽ ചെയ്യുന്നവരായിരിക്കും. ജീവിതത്തിൽ ഏത് സമയത്തും ആ തവക്കുലിൻ്റെ കൂലി എന്താ അല്ലാഹു കൊടുക്കുന്നത്? ഒരു ചോദ്യവും ഇല്ലാതെ, ഒരു അദാബിൻ്റെ ഒരു കഷ്ണം പോലും ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് സ്പെഷ്യലായിട്ട് മഹ്ശറിൽ ചോദ്യത്തിന് പോലും കാത്തു നിൽക്കേണ്ടി വരാത്ത ആ നിലയിൽ പോകുന്ന ആളുകൾ, അവർക്കുള്ള ഏറ്റവും വലിയ ഗുണം പറയുന്നത് തവക്കുലുള്ള ആൾക്കാരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തൗഹീദിൻ്റെ ആളുകളാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രയാസങ്ങളിലും അല്ലാ റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്ന് മാത്രം വിളിക്കുന്ന ആൾക്കാരാ. നമ്മുടെ കൈ മണ്ണിനടിയിലേക്ക് പോകുന്നില്ല, ചുമർ ചിത്രങ്ങളിലേക്ക് പോകുന്നില്ല, ആകാശലോകത്തേക്ക് 2 കൈകളും ഉയർത്തിയിട്ട് അല്ലാഹുവേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാ, അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാ. ഒപ്പം ഇതുകൂടെ ഉണ്ടാകുക, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ആകെ അത്ര ആയുസ്സുള്ളൂ അല്ലേ, ആകെ അത്രയേ ഉള്ളൂ. ആ ആയുസ്സിൽ നിരാശ നിറഞ്ഞ വർത്താനല്ല, എനിക്ക് അല്ലാഹ് വിധിച്ചതെല്ലാം കിട്ടും, എനിക്ക് കിട്ടാത്തത് പടച്ചവൻ വിധിക്കാത്തതാ, അതെന്തിനാ നാളേക്ക് മാറ്റിവെക്കുക. ഞാൻ ചിലപ്പോൾ ദുആ ചെയ്താൽ പോലും എനിക്ക് ആ ഉത്തരം കിട്ടണില്ല. സുഹൃത്ത് പറഞ്ഞില്ലേ, ചിലപ്പോൾ ഉത്തരം തരില്ല, ചിലപ്പോൾ തരും. എന്തിനാ തരാത്തത്? വലിയ മുസീബത്ത് മാറ്റിവെക്കുക. ചിലപ്പോൾ അതും ഉണ്ടാകില്ല. നാളെ പരലോകത്ത് സ്വർഗത്തിൽ പർവ്വതക്കണക്കിന് നന്മയായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് എൻ്റെ ദുആക്ക് എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സ്വർഗത്തിൽ അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് എല്ലാം തവക്കുൽ ചെയ്യുന്ന ആളുകളാണ്.
നിരാശപ്പെടൂല ഒരിക്കലും. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ് ഹഖ്ഖ തവക്കുലി, നിങ്ങൾ അള്ളാഹുവിൽ ശരിക്കും തവക്കുൽ ചെയ്താലുണ്ടല്ലോ, പക്ഷികൾക്ക് പടച്ചോ റിസ്ക് കൊടുക്കും പോലെ നിങ്ങൾക്ക് പടച്ചോ തരും. നമ്മൾ കണ്ടിട്ടില്ലേ, രാവിലെ കൂടുവിട്ട് പക്ഷികളിങ്ങനെ കൂട്ടത്തോടെ പറക്കുന്നുണ്ട്. എവിടേക്കാ പറക്കുക? ഏതെങ്കിലും ഒരു പക്ഷിക്കറിയോ എൻ്റെ റിസ്ക് അവിടെ ഉണ്ട്, ഞാൻ അവിടേക്കാണ്? അല്ല, കാലി വയറുമായിട്ട് ഒട്ടിയ വയറുമായിട്ട് രാവിലെ കൂടുവിട്ട് പക്ഷികൾ പോകുമ്പോൾ ഒരു പക്ഷി പോലും ഒന്നും കിട്ടാതെ തിരിച്ചു വരുന്നില്ല. വയറ് നിറച്ചുകൊണ്ട് പക്ഷികൾ വൈകുന്നേരം കൂട്ടിലേക്ക് വരും പോലെ നിങ്ങളെങ്ങാനും പടച്ചോനിൽ തവക്കുൽ ചെയ്താൽ, ജീവിതത്തിൽ കളവ് പറയാത്ത അള്ളാഹുവിൻ്റെ റസൂല് പറയാ, പടച്ചോൻ നിങ്ങളെ കൊടുക്കൂല, അള്ളാഹു നിങ്ങളെ കൈവിടൂല. അള്ള ഉണ്ട്, അള്ള എൻ്റെ കൂടെ ഉണ്ടാകും. നിന്റെ അടുത്ത് റബ്ബുണ്ട്, നിന്റെ കയ്യെത്തും ദൂരത്തെ റബ്ബുണ്ട്. ജീവനാടിയേക്കാൾ ഖണ്ഡനാടിയേക്കാൾ നിന്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ എടുത്ത് പഠിച്ചോണ്ട് ഇതിൻ്റെ എല്ലാത്തിനും ഉത്തരം നൽകാൻ പഠിച്ചോ നിന്നെ കൊടുക്കൂല അല്ലേ? അത് ആഴക്കടലിലാണെങ്കിലും ഇമാം ഷാഫി പറയുന്നുണ്ട്, ആഴക്കടലിലാണ് നിന്റെ റിസ്ക് പഠിച്ചോൻ വെച്ചതെങ്കിലും നിനക്ക് രണ്ട് കണ്ണും കാണില്ല, നിന്റെ കയ്യും കാലും അവയവം കൃത്യമായി ചലിപ്പിക്കാൻ പറ്റണില്ല. ആഴക്കടലിലാണ് നിന്റെ റിസ്ക്കെങ്കിലും പടച്ചോ നിന്നിലേക്ക് അത് എത്തിച്ചിരിക്കും. എന്നാൽ നിന്റെ ചുണ്ടുകൾക്കിടയിൽ വെച്ചതാണെങ്കിലും പടച്ചോൻ വിധിക്കാത്തത് അത് നിനക്ക് തരികയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിലാണ് ബരമേൽപ്പിക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് വിധിച്ചത് അല്ലാഹ് തന്നിരിക്കും. അതുകൊണ്ട് നിരാശ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് കേട്ടോ. ചില ആൾക്കാരൊക്കെ ഒരുപാട് ഹറാം സമ്പാദിക്കലുണ്ട്. എന്തിനാ? കുറേ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ മനുഷ്യൻ അറിയുന്നില്ല, അള്ളാഹ് എനിക്ക് വിധിച്ചതുണ്ട്, അത് തിന്നിട്ടും കുടിച്ചിട്ടേ ഞാൻ മരിക്കൂ. എത്ര ഹറാം സമ്പാദിച്ചാലും അള്ളാഹ് വിധിച്ചതിൻ്റെ അപ്പുറത്തേക്കൊന്നും എനിക്ക് പറ്റില്ലല്ലോ. ഇനിയോ ഞാൻ എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അള്ളാഹ് വിധിച്ചതെല്ലാം കിട്ടിയിട്ടേ മരിക്കൂ. ഒരാളോടും സങ്കടപ്പെടേണ്ടതില്ല. ജീവിതത്തിൽ അള്ളയാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. ഏത് സമയത്തും നമ്മുടെ സന്തോഷത്തിലാകട്ടെ സങ്കടത്തിലാകട്ടെ അള്ളാഹിൻ്റെ മുമ്പിൽ രണ്ട് കൈയും നീട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. ആ തവക്കുൽ നഷ്ടപ്പെട്ടു പോയാൽ അല്ലേ, തൗഹീദ് വിട്ടവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, ഷിർക്ക് ചെയ്യുന്ന ഒരാൾ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാ. എങ്ങോട്ടേക്കാണ് എത്തിയെന്നറിയില്ല. തവക്കുലുണ്ടെങ്കിൽ വിചാരണ പോലുമില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുമെങ്കിൽ തവക്കുലങ്ങ് പോയാൽ പിന്നെ എവിടേക്കാണ് നമ്മൾ എത്തുന്നത് എന്നറിയില്ല. ചിലർ പറയും ഇതുകൊണ്ട് മിനിയാന്നും ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരാൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോയി താമസിച്ചു. ചോദിച്ചു, എന്തിനാ സ്വന്തം നാട്ടിൽ നിന്ന് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ അടുത്തുനിന്ന് വേറെ നാട്ടിലേക്കൊക്കെ പോകുന്നത്? അപ്പോൾ പറഞ്ഞു കൊടുത്തത്, അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറിൽ ആ കിണർ മൂടിയതാണ്, അവിടെ പാമ്പുണ്ടായിരുന്നു, ആ പാമ്പ് അതിലുണ്ടായപ്പോഴാണ് കിണർ മൂടിയത്, അതുകൊണ്ട് എപ്പോഴും ശാപം ഉണ്ടായിരിക്കും, അതുകൊണ്ട് ആ രോഗങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്തൊക്കെ രീതിയിലാണ് ആളുകളെ പഠിപ്പിക്കുക അല്ലേ? സ്വന്തം നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോകേണ്ടി വരും. ഒരിക്കലും ഈ രോഗം അതുകൊണ്ടായിരിക്കും. എന്നാലും നീ ഒന്ന് കാണിച്ചു നോക്ക്, കുടുങ്ങി അല്ലേ? പടച്ചോൻ്റെ പരീക്ഷണത്തിൽ നിന്ന് പതറിപ്പോകുക. ഈ ദിവസം യാത്രക്ക് പറ്റൂല, ഈ മൃഗത്തെ കണ്ടാൽ അല്ലെ, ഒരു കറുത്ത പൂച്ചേനെ കണ്ടാൽ അല്ലേ, ആ നിലയിൽ. അതേപോലെ തന്നെ എത്ര ആളുകൾ ഇന്നും ഡൗട്ട് ചോദിക്കും, ഈ ദിവസം ഒരു വെള്ളിയാഴ്ച വീട്ടിൽ താമസിക്കാൻ പറ്റുമോ, നിക്കാഹ് നടത്താൻ പറ്റുമോ, മുഹറായി കഴിഞ്ഞാൽ നാട്ടിലേക്കും ഇല്ല, നാട്ടിൽ നിന്ന് ഗൾഫിലേക്കും യാത്രകളില്ല. സഹോദരങ്ങളെ, ഒരു സമാധാനം ഒരിക്കലും ഉണ്ടാകൂല. ഈ രോഗം ഇതുകൊണ്ടായിരിക്കും, കുട്ടിക്ക് വന്നത് ഇതുകൊണ്ടായിരിക്കും. നേരെ മറിച്ച് അള്ളാഹു തവക്കുൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലോ, എനിക്ക് പഠിച്ചവന് എത്ര പരീക്ഷണം തരുമ്പോഴും എനിക്ക് സന്തോഷം. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വാക്കാണത്. ഒരടിമയെ പടച്ചവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിലും അവൻ്റെ സമ്പത്തിലും അവൻ്റെ മക്കളിലും ഒക്കെ പരീക്ഷിക്കും, തെറ്റില്ലാതെ അവനെ മരിപ്പിക്കാനാണ്. ഖുർആനും പറഞ്ഞില്ലേ, നിങ്ങളെല്ലാ നിലക്കും പരീക്ഷിക്കും പടച്ചവൻ. ശത്രുവിനെ കൊണ്ട് നിങ്ങൾ കേൾക്കേണ്ടി വരും, ഒരുപാട് ഉപദ്രവങ്ങൾ കേൾക്കേണ്ടി വരും. വേറെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ ശരീരത്തിലും കൃഷിയിലുമൊക്കെ നിങ്ങളെ പരീക്ഷിക്കും. എന്തിനാണത്? ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ പറയും നമ്മളൊക്കെ അള്ളാഹിലേക്കുള്ളതാണ്, പടച്ചവനിലേക്കൊരു ബോധം ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് നിരാശ ഉണ്ടാകരുത് കേട്ടോ പ്രിയപ്പെട്ട മുവഹ്ഹിദീങ്ങളെ. തൗഹീദുള്ളവരെ നമ്മൾ, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ. ഏത് സമയത്തും കുലുങ്ങാതിരിക്കുക. ആ നിലക്ക് എന്തും പടച്ചറബിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ ഏത് പരീക്ഷണങ്ങളെയും മധുരമായി അനുഭവിക്കാൻ നമ്മൾക്ക് സാധിക്കും അല്ലേ? ഒരു പനി പിടിച്ചാൽ പോലും ഇതെൻ്റെ പാപങ്ങൾ പൊറുക്കുകയാണ്. ഉണങ്ങിയ മരത്തിൽ ഇലകളിങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് പോലെ എൻ്റെ പാപങ്ങളിങ്ങനെ കഴുകുകയാണ്.
സ്വർണവും വെള്ളിയും ഉരുക്കുമ്പോൾ അതിലെ കീടങ്ങൾ പുറത്തു പോകും പോലെ എൻ്റെ കാലിൽ ഒരു മുള്ള് തെറിച്ചാൽ പോലും റസൂലുള്ളാഹി പറഞ്ഞു ഹത്ത ഷൗക യുഷാഖുഹ, ഒരു കാലിൽ ഒരു മുള്ള് തെറിച്ചാൽ പോലും പാപങ്ങൾ പൂർത്തിയേരുന്നുണ്ട്. എവിടെയാണ് നമുക്ക് സങ്കടങ്ങളുള്ളത്? ഒരു തലവേദന വന്നാൽ, ഒരു പല്ലുവേദന വന്നാൽ, ഒരു ടെൻഷൻ വന്നാൽ നമ്മൾ തെറ്റ് അല്ല പൂർത്തിയേരാണ്, സങ്കടം പൂർത്തിയേരുക അല്ലെ? നമ്മുടെ സങ്കടങ്ങൾ വരുമ്പോൾ ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ പാപങ്ങൾ പൂർത്തിയേരുക. ഇതൊക്കെ നാളെയുടെ ലോകത്തേക്ക് ഒരു മുതൽക്കൂട്ട്. അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല, എനിക്ക് അല്ലാഹല്ലേ വിധിച്ചത്. അള്ളാഹു എനിക്ക് ഖൈർ മാത്രമേ വിധിക്കൂ, ഷർറല്ല എനിക്ക് വിധിക്കൂല. എനിക്ക് ആഖിറത്തിൽ സ്വർഗം ലഭിക്കാനാണ് ഏത് പരീക്ഷണങ്ങളും. ഇങ്ങനെ മനസ്സിലാക്കുക, വിശ്വാസം ഉറപ്പിക്കുക. നാഥൻ തവക്കുൽ ചെയ്യുന്ന മുവഹ്ഹിദീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് ഗഫൂറും റഹീമുമാണ്. നീ ഞങ്ങൾക്ക് പുറത്തിരണം റഹ്മാനെ. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. ശത്രുവിൻ്റെ കുതന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തും റഹ്മാനെ. അമ്ന് നൽകണം റഹ്മാനെ. നിർഭയത്വം നൽകി ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കും റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.